ഇപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടുന്ന ഒരു ഭാവം എന്താണ്? അവരുടെ നേരെ ഭഗവാൻ അനുഗ്രഹം ചൊരിയും. ഇവിടെ നമ്മളൊക്കെ ജനിച്ചു വരാനുള്ള കാരണം പൂർവജന്മ വാസന. എന്താണ്? ഒരു വാസനയിൽ നിന്നാണ് നമ്മൾ രൂപപ്പെടുന്നത്. വാസന എന്ന് പറഞ്ഞാൽ ചിന്തകൾ. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം നോക്കും. നിങ്ങളുടെ ജീവിതം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ശരീരമോ പണമോ പദവിയോ ഒന്നുമല്ല, നിങ്ങളുടെ ചിന്തകളാണ്. ആ ചിന്തകൾ മാറും തോറും ജീവിതവും മാറും. ഇപ്പൊ ഞാൻ ഒരു കുത്തഴിഞ്ഞ് ജീവിക്കണം. രാവിലെ 8 മണിക്ക് എണീറ്റ് തോന്നിയത് കഴിച്ച് തോന്നിയതുപോലെ ജീവിച്ച് എന്റെ മനസ്സും അതിനനുസരിച്ച് ആ രീതിയിലായിത്തീരും. എന്നാൽ ഞാൻ കാലത്ത് നേരത്തെ എണീക്കുന്നു, ജപിക്കുന്നു, ഭജിക്കുന്നു, ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്നെങ്കിൽ എന്റെ മനസ്സ് അങ്ങനെ രൂപപ്പെടും. പറയൂ, എന്റെ മനസ്സിനെ ആരാണ് എങ്ങനെയാണോ തീരുമാനം? ദൈവമാണോ ഞാനാണോ? പറയൂ. ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ജപിക്കാൻ ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു? അതല്ല, ഞാൻ 8 മണി വരെ കിടക്കുള്ളൂ, ഞാൻ എനിക്ക് തോന്നിയതൊക്കെ കഴിച്ച് ഞാൻ തോന്നിയതുപോലെയൊക്കെ ജീവിച്ചോളൂ. പക്ഷെ നിങ്ങളുടെ മനസ്സ് അതിനനുസരിച്ച് രൂപപ്പെടില്ലയോ? പറയൂ. അപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ. നിങ്ങൾക്കിപ്പോൾ 2 ജീവിതം. നിങ്ങൾക്ക് പലതത്ര നിങ്ങൾ അപ്സെറ്റ് ആവില്ല, പണ്ടത്തത്ര നിങ്ങൾ നെർവസ് ആവില്ല, പണ്ടത്തത്ര നിങ്ങൾ പാനിക് ആവില്ല, പണ്ടത്തത്ര നിങ്ങൾ പെട്ടെന്ന് ഇമോഷണലി ഡിപ്രസ്ഡ് ആവും. ഉണ്ടോ ഇല്ലയോ? കുറേ കൂടി ഒരു മെച്യൂരിറ്റി നോക്കുന്നു. അത് നിങ്ങളായി അനുഷ്ഠാനം കൊണ്ട് നേടിയെടുത്തല്ലേ? പറയൂ. അല്ലാതെ ദൈവം നിങ്ങളെങ്ങനെയാക്കിയതാണ്? അപ്പൊ നമുക്കൊരു ചോയ്സ് ഉണ്ട്. എന്തുണ്ട്? ഉണ്ടോ ഇല്ലയോ? അല്ലാതെ ദൈവം നമ്മളെ പടയ്ക്കുന്ന, നമ്മളായി ഉണ്ടാക്കി വെക്കുന്ന സംസ്കാരമാണ്. ഈ സംസ്കാരമാണ് നമ്മളെ അടുത്ത ജന്മങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. എവിടെയാണ്, എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് എത്ര നിങ്ങൾ നല്ല സംസ്കാരം ഉണ്ടാക്കുന്നു അത്ര നിങ്ങൾ ഹയർ ലെവലിലേക്കാണ് പോവുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് കൃഷ്ണൻ ഗീതയിൽ 6-ാം അധ്യായത്തില് 6-ൽ ഗീത 6-ല് 40-ാം ശ്ലോകത്തിൽ പറയുക, നഹി കല്യാണക ദുർഗതിം താതകച്ചതി പാർത്ഥനൈവേഹനാമുത്ര വിനാശത്വസ്യ വിദ്യതേ നഹി കല്യാണക ദുർഗതിം താതകച്ചതി. കാണുന്നുണ്ടോ? അതാണ് അണ്ടർലൈൻ ചെയ്തത്. എന്താ പറയണത്? കല്യാണകൃത് ദുർഗതിം നഗച്ഛതി. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ, കൃത് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ, കൃത് കർമ്മം ചെയ്യുന്നവൻ. കല്യാണകൃത് കല്യാണം ചെയ്യുന്നവൻ. കല്യാണം എന്ന് പറഞ്ഞാൽ മാരേജ് അല്ല ഇവിടെ അർത്ഥം. ഇവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാൽ അവിട്ടും തിരുവോണമല്ല. ആ കല്യാണത്തെ കുറിച്ചല്ല ഇവിടെ പറയാം. ഇവിടെ ഏത് കല്യാണം? അവനവന്റെ മനസ്സിനെ ഉണർത്തുന്ന മംഗളകരമായ കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത് ആ കല്യാണം. ദുർഗതി അവർക്ക് എന്തില്ല? അതർത്ഥാവില്ല. ദുർഗതി ഗച്ഛതി എന്ന് പറഞ്ഞാൽ എന്തില്ല? ദുർഗതി ഇല്ല. അപ്പൊ അവരെവിടെ ജനിക്കും? കൃഷ്ണൻ പറയുന്നത് അടുത്ത വരികളൊക്കെ നോക്കും. അടുത്ത വരികളിലൊക്കെ നിങ്ങൾക്ക് കാണാം, ശുചീനാം ശ്രീമതാം കേഹേ യോഗഭ്രഷ്ടോ വിജായതേ. കണ്ടോ? ശുചീനാം, ശുചിത്വമുള്ള, സംസ്കാരമുള്ള, നല്ല സംസ്കാരമുള്ള അച്ഛനമ്മമാരുടെ കുടുംബത്തിൽ തന്നെ വന്ന് ജനിക്കും. അഥവാ യോഗിനാണ്, ചിലരാണെങ്കിൽ ഹൈലി ഇവോൾവ് ആയിട്ടുള്ള പാരൻസിന്റെ കുട്ടിക്കാലത്ത് തന്നെ ഈ ഒരു സ്പിരിച്വൽ ആ ഒരു കൾച്ചർ അവർക്ക് കിട്ടും. അപ്പൊ ഓരോരുത്തരും എവിടെ ജനിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരവരുണ്ടാക്കുന്ന കൂടെ വന്നില്ലേ നിങ്ങൾ? ഓരോരുത്തരും എവിടെ ജനിക്കണം എന്നത് അവരവരുണ്ടാക്കുന്ന മനസ്സിലായില്ലേ? കാരണമുണ്ടെങ്കിലേ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സംസ്കാരമാണ്. എന്താണ്? അതാരുണ്ടാക്കുന്നതാണ്? നമ്മളുണ്ടാക്കും. അപ്പം എവിടെ ജനിക്കണം എന്ന് ആരാ തീരുമാനിക്കുന്നത്? നമ്മുടെ. ഇതിൽ ആർക്ക് പങ്കില്ല? അതാണ് അവരും നമ്മളും നമ്മളെ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ജന്മം എന്ന് പറയുന്നത് ഗീത 8-6, ഗീത 8-ാം അധ്യായത്തിൽ 6, യോയോ ഗീത 8-6 എന്താ ശ്ലോകം? യം യം വാവിസ്മരൻ ഭാവം ത്യജുത്യന്തേ കളേകരം തം തം അവൈദി കൗന്ദേയ സദാ സദ്ഭാവ.
യം യം ഭാവം സ്മരൻ. നിങ്ങൾ ഏതേത് സംസ്കാരത്തെ സ്മരിക്കുന്നു എന്ന് വെച്ചാൽ വളർത്തിയെടുക്കുന്നു. നിങ്ങൾ ഏതേത് സംസ്കാരത്തെയാണോ നിങ്ങൾ യം 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 മീൻസ് ഏതേത്, വിച്ചവർ ഏതേത് സംസ്കാരത്തെ നിങ്ങൾ വളർത്തിയെടുക്കുന്നു, തം തം അവൈതി, ആ സംസ്കാരത്തിനനുസരിച്ചുള്ള ജന്മങ്ങളിലേക്ക് നിങ്ങൾ പോകും. ത്യജത്യന്തേ കളയണം. ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ സംസ്കാരത്തിനനുസരിച്ചുള്ള കുടുംബങ്ങളിലേക്ക് നിങ്ങൾ പോകും. മനസ്സിലാവുണ്ടോ? ആരാണ് ഉത്തരവാദി? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പം നമ്മുടെ ജീവിതം ഒരു എവല്യൂഷനാണ്. നമ്മൾ ഡാർവിന്റെ തിയറി ബയോളജിയൊക്കെ പഠിക്കും. മനുഷ്യൻ വരെ പരിണമിച്ചു എന്ന് പറയും. പക്ഷെ മനുഷ്യൻ ഇനിയും പരിണാമമുണ്ട്, സംസ്കാരത്തിൽ പരിണാമം. മനസ്സിലായി? ഇനിയും നമുക്ക് മാനസിക പരിണാമം. ഈ പരിണാമത്തിന് നമുക്ക് അനുഷ്ഠാനം വേണം, എങ്കിലേ നമുക്ക് ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അപ്പൊ പറഞ്ഞു വരുന്നത്, മറ്റു മതങ്ങൾ പറയുന്ന വാക്കുകൾ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പൊ ഞാൻ ബ്രഹ്മപ്രാപ്തിയിലേക്കാണ് എത്തേണ്ടതെങ്കിൽ ഞാൻ ആരാണ്? ആ ബ്രഹ്മമാണ് ഈശ്വരനെങ്കിൽ ഞാൻ ആ ഈശ്വരന്റെ ആരാണ്? നിനക്കെപ്പോഴും മനസ്സിലായില്ല. ഒരു പുഴ ചെന്ന് കടലിലേക്ക് ചേരുമ്പോൾ ആ പുഴ കടലിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ മറ്റൊരു വാക്ക് അതിൻ്റെ ഒരു അംശമാണ്. അതിൻ്റെ ഒരു അംശമായതല്ലേ പൂർണ്ണതയിലെത്തുള്ളൂ. മനസ്സിലായില്ല? ആണോ? ഈ ശരീരം മണ്ണിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അംശമാണ്. അതുകൊണ്ടാണ് ഏതിലേക്ക് പോകുന്നത്? മണ്ണിലേക്ക്. ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വായു, ഓക്സിജനോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അത് അന്തരീക്ഷ വായുവിന്റെ ഒരു ഭാഗമാണ്, അംശമാണ്. അതുകൊണ്ടാണ് അതിൽ ചെന്ന്. ഇപ്പൊ ഞാനും നിങ്ങൾ, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് പൂർണ്ണബോധത്തിന്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ, അവർക്ക് പറയൂ, ഒരു അംശമാണ്. അംശമേ പൂർണ്ണതയിൽ ചേരും. അംശമേ പൂർണ്ണതയിൽ ചേരും. അവർക്ക് പറയൂ, ചേരാം. അപ്പൊ നമ്മൾ ആരാണ്? ആ ബ്രഹ്മത്തിന്റെ അംശമാണ്. ഗീത 15:7, 15-ാം അധ്യായം ഗീത 15:7. എന്താണ് ശ്ലോകം? മമൈവ അംശോ ജീവലോകേ. എന്താ കൃഷ്ണൻ പറയുന്നത്? എല്ലാ ജീവന്മാരും എന്റെ അംശമാണ്. മമൈവ അംശോ ജീവലോകേ ജീവഭൂത സനാതന മനുഷ്യഷ്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അല്ലെ? മമൈവ അംശം, എല്ലാ ജീവന്മാരും എന്റെ അംശമാണ്. അപ്പൊ നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് പഠിക്കേണ്ടവര്, പഠിപ്പിക്കേണ്ടവര്, പറയേണ്ടവര്. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? നിങ്ങൾ എന്താ ആദ്യം എന്നോട് പറഞ്ഞത്? ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? നമ്മൾ മക്കളാണെന്ന്. അവര് പറഞ്ഞതൊക്കെ നമ്മൾ ഏറ്റുപറയും. എന്തൊരു അപരാധാണ് നോക്കൂ. നമ്മുടേതായിട്ടൊരു വ്യക്തിത്വം, നമ്മുടേതായിട്ടൊരു ഐഡന്റിറ്റി, നമ്മുടേതായിട്ടൊരു കൾച്ചർ, അതിലേക്ക് തിരിച്ചു വരട്ടെ. വേണോ വേണ്ടയോ? ടോട്ടലി നമ്മൾ റൂട്ട് മാറിപ്പോയി. ഞാനതാ നിങ്ങളോട് ആദ്യത്തെ ദിവസം പറഞ്ഞത്, നമ്മൾ ക്രിസ്ത്യനൈസ്ഡ് ഹിന്ദുക്കളായിപ്പോയി. നമ്മുടേതെന്താണെന്ന് നമുക്കാർക്കും പറയൂ അറിയില്ല. നമ്മൾ അവരുടെ ഭാഷ ഉപയോഗിക്കുക. അപ്പൊ വാസ്തവത്തിൽ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ സൃഷ്ടി എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, എപ്പോൾ മനസ്സ് ഉണരുന്നുവോ അപ്പൊ സൃഷ്ടി. മനസ്സെപ്പോൾ അസ്തമിക്കുന്നോ സൃഷ്ടിയില്ല. സൃഷ്ടിയിരിക്കുന്നത് മനസ്സിലാണ്. മനസ്സില്ലെങ്കിൽ എന്തില്ല? നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ ഭൂമിയുള്ള ഒരു മനുഷ്യനും ഉണർന്നിട്ടില്ല, ഒരാൾ എണീക്കുന്നില്ല. എന്ത് സൃഷ്ടിയുടെ കൂടെ? എല്ലാ സൃഷ്ടിയും വരുന്നത് എപ്പോഴാ? പറയൂ. മനസ്സുണരും. മനസ്സുണർന്നില്ലെങ്കിലോ ഒരു സൃഷ്ടിയില്ല, എല്ലാം കെട്ടടങ്ങി. അല്ലെ? ശരിയല്ല? ഈ മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നു പലതും. ഈ കാണുന്ന കാഴ്ചകളൊക്കെ മനസ്സാണ് കാണിച്ചു തരുന്നത്. ആണോ? അല്ലേ?
എന്നാൽ നമ്മളൊന്നും അറിയുന്നില്ല. ഈ മനസ്സ് നിൽക്കുന്നത് കാഴ്ചയിലല്ല, മനസ്സ് നിൽക്കുന്നത് ഒരു ബ്രഹ്മത്തിന്റെ ഭാഗമായിട്ടാണ്. മനസ്സ് നിൽക്കുന്നത് എവിടെയാണ്? ഒരു ബ്രഹ്മത്തിന്റെ ഭാഗം, ബോധത്തിന്റെ ഭാഗമാണ്. ഒരിക്കൽ നമ്മൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലായി ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം മറ്റൊരു മതങ്ങൾ പഠിച്ചില്ല. ഇപ്പോഴാണ് സയൻസ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നത്. സയൻസ് നേച്ചർ 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 എന്ന് മാത്രമേ പറഞ്ഞു. ഐൻസ്റ്റീനിയൻ തിയറിയൊക്കെ ഈ എന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറഞ്ഞാൽ നേച്ചറാണ്. അതുകൊണ്ടാണ് കുറെ യുക്തിവാദികൾ തലയില്ലാതെ ഈ യുക്തിവാദവും പറഞ്ഞ് നടക്കുന്നത്. യുക്തിവാദികൾ തൊട്ടൊരു വിഭാഗം ഉണ്ടല്ലോ, അവര് ദൈവത്തെ നിഷേധിക്കുക. അവര് നിഷേധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് അവര് വിചാരിക്കുന്നത് നമ്മളിപ്പോ കൃഷ്ണനെയും രാമനെയൊക്കെയാണ് ദൈവമായിട്ട് കാണുന്നത്. കൃഷ്ണനും രാമനും ദൈവങ്ങളല്ല. സത്യത്തിൽ നമ്മൾ ഈ കാണുന്ന അവതാരങ്ങളൊക്കെ നമ്മൾ ദൈവമായി കണ്ടതാണ് നമുക്ക് പറ്റിയ അപകടം. അത് നമ്മൾ ക്രിസ്ത്യൻസ് ആണ് അങ്ങനെ ആക്കിയെടുത്തത്. അവരൊക്കെ നമ്മുടെ മുന്നിൽ ആരായിരുന്നു? കൃഷ്ണനും രാമനും അയ്യപ്പനും എല്ലാവരും ആരായിരുന്നു? ശരിക്കും ആരാണ്? ദൈവങ്ങളാണോ? എന്റെ ചോദ്യത്തിന് ഉത്തരം തരണം. ഈ ഇവരെ ദൈവമാക്കിയത് ആരാന്നറിയോ? ക്രിസ്ത്യൻസ് ആണ്. വാസ്തവത്തിൽ നമ്മൾ ഹിന്ദുക്കൾ ക്രിസ്ത്യനൈസർ ആയപ്പോഴാണ് ഈ കൃഷ്ണനും രാമനൊക്കെ ദൈവങ്ങളായത്. ഇവര് ദൈവങ്ങളാവാൻ കാരണം ക്രിസ്തുവിനെ അവർ ദൈവമായിട്ട് കാണും. അതായത് മനുഷ്യന്റെ പാപം കഴുകാൻ ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞയച്ച മറ്റൊരു ദൈവം. നമ്മൾ ഇതുപോലെ കരുതി നമ്മുടെ ദുഃഖങ്ങൾ പരിഹരിക്കാനുള്ള ഒരാളായി ആരെ കണ്ടു? അപ്പൊ നമ്മുടെ അവതാരങ്ങളൊക്കെ ആരാണ്? കുഞ്ഞുങ്ങൾ ഉത്തരം കിട്ടുന്നില്ല. ആരാണ് ഇവരൊക്കെ? ആരായിട്ടാണ് കാണേണ്ടിയിരുന്നത്? ഈ അവതാരങ്ങളൊക്കെ നമ്മൾ ആരായിട്ടായിരുന്നു കാണേണ്ടിയിരുന്നത്? നമുക്ക് ഭാഗവതം തന്നെ എടുത്തു നോക്കാം. ഭാഗവതം 5-ാം സ്കന്ധം 18-ാം അധ്യായം 5-ാം ശ്ലോകം. അതാണ് നിങ്ങൾ ഈ ഭാഗവതം പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ബോധം, വ്യക്തത. ഭാഗവതം 5-ാം സ്കന്ധം 19-ൽ 5 ശ്ലോകം. ഇവരൊക്കെ ആരായിട്ടാണ് നമ്മൾ കാണേണ്ടിയിരുന്നത്? മർത്യാവതാരസ്തിഹ മർത്യശിക്ഷണം രക്ഷോവധായ ന കേവലം വിഭോ. കണ്ടോ? അപ്പൊ മർത്യാവതാരം, മർത്യരൂപത്തിൽ അവതരിച്ചവരൊക്കെ എന്റെ വരികളല്ലേ, ഭാഗവത്തിലെ വരികളാണ്. എന്താ അർത്ഥം? മർത്യാവതാരം. മർത്യാവതാരം എന്ന് പറഞ്ഞാൽ മർത്യൻ, മനുഷ്യന്റെ രൂപത്തിൽ വന്ന അവതാരങ്ങളൊക്കെ. ഇവരൊക്കെ വന്നത് രക്ഷോവധായ, ആരെയും രക്ഷിക്കാനും വധിക്കാനും എന്നല്ല. പിന്നെന്തിനാ വന്നത്? മർത്യശിക്ഷണം എന്നാണ്. എന്തിനാ വന്നത്? മർത്യരെ ശിക്ഷണം ചെയ്യാൻ പറഞ്ഞാൽ വടിത്തടിക്കലാണ്. അത് ശിക്ഷയാണ്. ഇത് ശിക്ഷണമാണ്. ശിക്ഷണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനാണ്. അപ്പൊ പഠിപ്പിക്കുന്നവരെന്താ പറയാ? ദൈവം എന്നാണോ ഗുരു ആണോ? പറയൂ. ഗുരുക്കന്മാരാണ്. വാസ്തവത്തിൽ 30 കോടി ഗുരുവിന്റെ നാടായിരുന്നു ഭാരതം. നിങ്ങൾ ദേവി മഹാത്മ്യം നോക്കൂ. ദേവിയെ കുറിച്ച് എന്താ പറയുന്നത്? സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ കൃതി സംസ്ഥിതേ സ്വർഗാപവർത്തതേ ദേവി നാരായണി നമോസ്തുതേ. അതാണ് ദേവി. അപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടുന്ന ഒരു ഭാവം എന്താണ്? നിങ്ങളൊരു വിഗ്രഹത്തെ കാണുമ്പോൾ ആ വിഗ്രഹം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അവതാരങ്ങളൊക്കെ ആരാണ്? അവതാരങ്ങളൊക്കെ എന്തിനാ വന്നത്? ശിക്ഷണം. എന്താ നിങ്ങൾക്ക് തരുന്ന ശിക്ഷണം? നിങ്ങളെ എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ രാമായണം വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ ആചാര്യൻ എന്താ പഠിപ്പിക്കുക? ആചാര്യന്മാരെന്താ പഠിപ്പിക്കുക? നിങ്ങള് രാമായണത്തില് ശ്രീരാമസ്വാമി ഹനുമാനെ വിളിച്ചിട്ട് ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആദ്യ ഭാഗം അല്ലേ? ഹനുമൽ സംവാദം.
ഉണ്ടോ? അപ്പൊ സീതയോട് പറയും നമ്മുടെ തത്വമൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ശ്രീരാമസ്വാമിയും തന്റെ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, ഇല്ലേ? ആണോ? അപ്പൊ ഒരു ശ്ലോകം ശ്രീരാമസ്വാമി പറയും, എന്താണ്? തത്വമസ്യാദി വാക്യാർത്ഥം മമ കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാര്യത. അങ്ങനെ ഒരു ശ്ലോകം. അപ്പൊ ഗുരുക്കൻ നമുക്ക് ഉപദേശിക്കുന്ന മന്ത്രമാണ് തത്വമ. എന്താണ് തത്വമസി പറഞ്ഞാൽ? ശബരിമലയിലൊക്കെ എഴുതി വെച്ചത് എന്താണ്? നിങ്ങൾ നോക്കൂ, നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു അന്ധകാരം നോക്കൂ നിങ്ങൾ. അത് ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തത്? ആ തത്വമസി എന്നുള്ള വാക്ക് നിങ്ങൾ നോക്കൂ. അത്രയും നമ്മളിതൊന്നും പഠിക്കണമില്ല, നമുക്കൊരു ABCD അറിയില്ല. കുട്ടികൾ ഇത് പിന്നെ വല്ലതും ഫോളോ ചെയ്യൂ. അവര് ചോദിക്കുകയാണ്, അച്ഛനെയും കൊണ്ട് മലയ്ക്ക് പോയപ്പോ എന്നോടൊരു കുട്ടി പറയാം, ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചത് എവിടെയാണ്, ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇവിടെ എടുത്തത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്റെ അച്ഛൻ പറഞ്ഞു തന്നില്ല എന്ന്. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, അച്ഛനെങ്കിലും നോക്കണ്ടേ, ഇത് പഠിക്കണ്ടേ? ഇത് ഏത് ഉപനിഷത്തു നിന്നാണെന്നറിയോ? നമുക്ക് പലതും നമുക്കറിയില്ല. നമ്മുടെ കറൻസി നോട്ടിൽ ഒരു ഉപനിഷത്ത് മന്ത്രമുണ്ട്, അതറിയോ നിനക്ക്? നിങ്ങളുടെ കയ്യിൽ നോട്ടില്ലേ? വേണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ. അതിലൊരു ഉപനിഷത്ത് മന്ത്രമുണ്ട്. ഏതാണ് അതില്? വേണ്ട, അശോക ചക്ര. അതിനോടൊപ്പം ഒരു ഉപനിഷത്ത് മന്ത്രം. ഏതാണത്? അത് ഏത് ഉപനിഷത്ത് നിന്നാണ്? അത് ഉപനിഷത്ത് മന്ത്രാണത്. അറിയോ നിങ്ങക്ക്? ഒരു വിവരമില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മാറണ്ട. മുണ്ടുകോപനിഷത്ത്. മറ്റത് വന്നത് ചാന്തോക്യോപനിഷത്ത്. ഏതാണ്? ചാന്തോക്യോപനിഷത്ത്. അച്ഛൻ മകനെ പഠിപ്പിക്കുകയാണ് തത്വമസി ചേതകേതു. അപ്പം ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ആ വിഗ്രഹത്തെ നോക്കുമ്പോൾ മനസ്സിലാവേണ്ടുന്ന വാക്കാണ് തത്വമസി. എന്താണ് തത്വമസി? അതിന്റെ അർത്ഥം എന്താണ്? ത്വം തത് അസി. ത്വം, നീ അത് ആകുന്നു. ഏതാകുന്നു? ഞാൻ ബ്രഹ്മമാകുന്നു. ഞാൻ ആരാണ്? ആ ബ്രഹ്മമാകുന്നു. അങ്ങനെയാകുമ്പോ ഞാൻ ബ്രഹ്മാവോ? ഇല്ല. ഞാൻ ബ്രഹ്മ ആവണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ വന്നില്ല. നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ഫ്രെയിം മറക്കുക. ഈ ഫ്രെയിമിൽ ഇരുന്നിട്ട് ചിന്തിക്കണം. അനുഷ്ഠാനം വേണം. അപ്പൊ ഞാൻ എന്തിനാ അമ്പലത്തിൽ വന്നത്? ആ ബ്രഹ്മപ്രാപ്തിയിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ അനുഷ്ഠാനം. അപ്പൊ ഞാൻ എന്തിനാ അമ്പലത്തിൽ വന്നത്? അനുഷ്ഠാനം ചെയ്യാനാണ്. എന്തിനാണ്? ഈ ബോധം നമ്മൾ വെച്ചുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോയി നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അമ്പലം എന്ന് പറയുന്നത് ആ ബ്രഹ്മതത്വത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മപ്രാപ്തിയിലേക്ക് ഉയരാനുള്ള ഒരു വലിയൊരു സാഹചര്യം, ചുറ്റുപാട്, അല്ലെങ്കിൽ ഒരു എൻവയറമെന്റ് ഉണ്ടാക്കുക. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ആര് പഠിപ്പിച്ച്? ഒരു ശ്ലോകം കൂടി നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത്, കൃഷ്ണന്റെ ജീവനോടൊടിക്കുന്ന കാലത്ത്, ഒരിക്കൽ നാരദ മഹർഷി പാണ്ഡവരെ കാണാൻ വരും. എന്നിട്ട് പാണ്ഡവരോട് പറയും, നിങ്ങൾ ഈ കൃഷ്ണനെ വേണ്ട രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജന്മം നിങ്ങൾക്ക് എന്താണ്? ഒരു ഉപയോഗമില്ലാതെയോ. നിങ്ങൾ കൃഷ്ണനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജന്മം നിഷ്ഫലമാവും. എന്താവും? ഇപ്പൊ നിങ്ങളിപ്പോ കൃഷ്ണനെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ലൗകിക കാര്യങ്ങൾ നിലനിർത്താനാണ്. എന്തിനാണ്? അതിനാണ് ഇപ്പൊ കൃഷ്ണനെ നിങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് നിലനിർത്താൻ നോക്കുന്നു, കാലം അതൊന്നും നിങ്ങളുടെ കയ്യിൽ പിടിച്ചു വയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ എന്താണ് കൃഷ്ണനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഭാഗവതത്തിൽ നിങ്ങളുടെ 2 വോള്യൂം പുസ്തകത്തെ ഫസ്റ്റ് വോള്യത്തിലെ ലാസ്റ്റ് പേജ്, അത് 7-ാം സ്കന്ധം 15-ാം അധ്യായം 76-ാം ശ്ലോകം. ഇത് നാരദര് പാണ്ഡവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലൊക്കെ പഠിച്ചു നിങ്ങൾ മനസ്സിലാക്കുക.
നാരദര് ആർക്ക് പറഞ്ഞു കൊടുക്കാണ്? കൂടെ വന്നില്ല. നാരദർ ആരോടാ പറയുന്നത്? പാണ്ഡവരോട് ഉപദേശിക്കുന്ന ഭാഗമാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. കൃഷ്ണനെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രയോജനപ്പെടുത്തേണ്ടത്? ശ്ലോകം ഇതാണ്: സവാ അയം ബ്രഹ്മമഹദ്ബ്രഹ്മക്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയസുഖത്വാ കലുമാതുലേയ ആത്മാർഹണീയോ വിധിഗത് ഗുരുശ്ച. ശ്ലോകം ഇതാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഈ കൃഷ്ണൻ ബ്രഹ്മത്തെ പ്രാപിച്ച ആളാണ്. ആര്? അദ്ദേഹത്തിന് ബ്രഹ്മത്തിലേക്ക് നിങ്ങളെ ഉയർത്താൻ വഴി അറിയാം. ബ്രഹ്മ മഹത് സവാ അയം ബ്രഹ്മ പറയും സവാ അയം ബ്രഹ്മ മഹത് മൃഗീയ. സോറി, ശ്ലോകത്തിന്റെ ഇതാണ്. മഹദ്വ്രമിക്യം. മഹദ്വ്രമിക്യം. ഭ്രമിക്യം എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുന്ന, അതിലേക്ക് വഴി കാണിക്കാൻ അറിയുന്ന ആളാണ് ആര്? ബ്രഹ്മത്തിലേക്ക് വഴി കാണിക്കാൻ കഴിയുന്ന ആളാണ് ആര്? കൃഷ്ണൻ. അപ്പൊ നിങ്ങളുടെ ജീവിതം കൈവല്യ നിർവാണ സുഖാനുഭൂതി. നിങ്ങൾ അവിടേക്ക് എത്തും. കൈവല്യം, നിർവാണം, ബ്രഹ്മനിർവാണം, പൂർണ്ണതയിലേക്കെത്തും. അതിന് ശ്രമിക്കാതെ ഇപ്പം നിങ്ങൾ എന്തിനാണ് കൃഷ്ണനെ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങൾ ബന്ധുവായും പ്രിയനായും സുഹൃത്തായും ബന്ധുവായും കാര്യസാധ്യങ്ങൾക്ക് കൊണ്ടു നടക്കും. ഏതിലേക്ക് ഉയരാൻ ശ്രമിക്കണില്ല, ഏതിലേക്ക് ഉയരാൻ ശ്രമിക്കില്ല. അതാ വഴി ചോദിച്ച് മനസ്സിലാക്കട്ടെ. കൈകുപ്പി പറയാനുള്ളത് കൃഷ്ണനെ എങ്ങനെ, ആരായി കാണണം? ആരായി കാണണം? വിധികൃത് ഗുരുശ്ച. ദൈവമായി കാണാനല്ല പറഞ്ഞു കൊടുത്തത്, ദൈവമായി കാണാനല്ല ഭാഗവതം പഠിത്തത്. ആരായിട്ടാണ്? ഗുരുവായിട്ട്. ഇതാര് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു? അപ്പം നമ്മുടെ അവതാരങ്ങളൊന്നും ദൈവങ്ങളല്ല. ഇവരെല്ലാം പൂർണ്ണതയിലേക്ക്, ബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ, നമ്മളെ എത്തിക്കാൻ വഴി കാണിക്കുന്നവരാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മക്കളെ പഠിപ്പിച്ചു, ആ വാക്കേ ഉപയോഗിക്കരുത്. ദൈവവിശ്വാസം, ദൈവത്തോട് പ്രാർത്ഥന, ഇതൊക്കെ തെറ്റാണ്. ഇതൊക്കെ അന്ധതയിൽ നിന്നുണ്ടായതാണ്. നമുക്ക് വേണ്ടത് ദൈവീകതയിലേക്ക് ഉയരണം. അതിന് നല്ലവണ്ണം അനുഷ്ഠാനം വേണം. ആ അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കാനുള്ള പവിത്ര സങ്കേതമാണ് ക്ഷേത്രം എന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ കണ്ടു. ശരീരത്തിനും മനസ്സിനും ക്ഷതത്തിൽ നിന്നും നമ്മളെ ഉയർത്തുന്ന സ്ഥലമാണ് ഏത്? ക്ഷേത്രം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, പഠിക്കണ്ടേ, വേണോ? നിങ്ങൾ നോക്കൂ, ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഴയ ജീവിതം നോക്കൂ. നിങ്ങൾ എന്തിനാ അമ്പലം കൊണ്ട് നടന്നു? ഒരുപക്ഷെ അനുഷ്ഠാനത്തിനായിരുന്നുവെങ്കിൽ മനസ്സിപ്പോ എവിടെ എത്തിയിട്ടുണ്ടാവും, എത്രയോ മനസ്സ് ഉയർന്നിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ അതിന് പകരം നമ്മൾ എന്തോ ലൗകികമായത് ദൈവം പിടിച്ചു നിർത്തും എന്നുള്ളൊരു തെറ്റായ ഭക്തിയിൽ വളർന്നാൽ, ലൗകികത ദൈവത്തിന്റെ കയ്യിലല്ല, കാലത്തിന്റെ കയ്യിലാണ്. ആരുടെ കയ്യിൽ? നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം ദൈവത്തിന്റെ കയ്യിലല്ല. ആരെയില്ല? നിങ്ങൾക്ക് ഇപ്പം അസുഖം വന്നു, നിങ്ങൾ ഡോക്ടറോട് പറയും ചികിത്സ ഒന്നും വേണ്ട, ദൈവം നോക്കിക്കൊള്ളും. പറയാനുള്ള ധൈര്യം ഉണ്ടോ? പറയോ? നിങ്ങൾ വലിയ ഭക്തരൊക്കെ ആവുമായിരിക്കും, പക്ഷെ അത്ര പറയൂ, നിങ്ങൾ ദൈവം നോക്കിക്കൊള്ളുന്നു പറയൂ. ഡോക്ടർ പറയാണ് ക്യാൻസർ ആണ്, ഇപ്പൊ ചികിത്സിച്ചാൽ രക്ഷപ്പെടാം. ദൈവം നോക്കിക്കൊള്ളും. ആര് പറയുന്നു? നിങ്ങൾ ഡോക്ടറോട് ആദ്യമേ പറയും എന്താ ചെയ്തോളൂ, പറയോ? അപ്പൊ നമുക്ക് ഉറപ്പാണ് കാലനിയോഗം മാറ്റാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? ഭക്തി പ്രാർത്ഥനയല്ല, അത് അന്ധമായി നിങ്ങൾ വിശ്വസിച്ചാൽ. ഭക്തി എന്ന് പറയുന്നത് അനുഷ്ഠാനത്തിലുള്ള ലയമാണ്. എന്താണ് ഭക്തി? അനുഷ്ഠാനത്തിലുള്ള ലയമാണ്. അതിലുള്ള ആത്മാർത്ഥതയാണ്, അതിലുള്ള പരിപൂർണമായ ശരണാഗതിയാണ്.
ആ സമയത്ത് നമ്മുടെ മനസ്സ് മറ്റൊന്നും ചിന്തിക്കാതെ അതിൽ തന്നെ അർപ്പിക്കലാണ്. അതാണ് നാരായണായേതി സമർപ്പയാണ്. നാരായണീയം വായിക്കുന്നവരാണല്ലോ നിങ്ങൾ. നാരായണീയത്തില് പറയും, 91 ദശകത്തിൽ 2 ശ്ലോകത്തിൽ പറയും, ഭൂമൻ കായേന വാചാ മുഹുരഭി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസോ അർപ്പയാമി. ജാത്യാപീഹ സ്വഭാഗത്വയി നിഖില മന കർമ്മവാഗിന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുരീതേ നതു നിഖില മന ത്വൽപതൽ വിപ്രവര്യ. അതായത് ഒരാൾ ബ്രാഹ്മണനാണ്, പക്ഷെ മനസ്സ് അലിഞ്ഞുകൊണ്ടല്ല അയാൾ ഭജനം ചെയ്യുന്നു. ഒരാള് ചണ്ടാളനാണ്, ആരാണ്? പക്ഷെ മനസ്സലിഞ്ഞുകൊണ്ട് അയാള് ജപിക്കുന്നു, ഭജിക്കുന്നു. ഭഗവാൻ ആരിലാ പ്രീതനാവുക? ഭഗവാൻ ആരുടെ മനസ്സിലാണോ ആ അലിവുള്ളത് അവരുടെ നേരെ ഭഗവാൻ അനുഗ്രഹം ചൊരിയും. മനസ്സിലാവും? നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വേണ്ടേ? വേണ്ട. അതാരാ തീരുമാനിക്കുന്നത്? ഭഗവാൻ പറയുന്നു, നിങ്ങൾ എത്ര ആത്മാർത്ഥമായി മനസ്സ് അർപ്പിക്കുന്നു അത്ര ഭഗവാൻ അനുഗ്രഹം ചൊരിയും. നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്ത വെക്കുന്നു അത്ര ഭഗവാൻ മാറി നിൽക്കും. ഗീത 4:11. ഗീത 4:11. യേ യഥാ മാം പ്രപദ്യന്തേ താം തദൈവ ഭജാമി. ഇത് ഓർത്തു വെച്ചാൽ മതി. ഇത് എപ്പോഴും മനസ്സിൽ ഓർത്തു വയ്ക്കുക ശ്ലോകം. യേ യഥാ മാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം. എന്താ പറയുന്നത്? ഏ ആരാണോ, എപ്രകാരമാണോ, യഥാ മാം പ്രപദ്യന്തേ. പദം പദം വെക്കുക എന്ന് പറഞ്ഞാൽ പദം 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 എത്ര പദം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അടി. എത്ര അടി, എത്ര, അങ്ങനെ ഒരു അർത്ഥത്തോളം. ശരിക്കും എന്റെ അർത്ഥം വേറെയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയാം. നിങ്ങൾ എത്ര അടി എന്നോട് അടുക്കുന്നോ അത്ര ഞാനും നിങ്ങളോട് അടുക്കും. യേ യഥാമാം പ്രപദ്യന്തേ താം തദൈവ. താം താം അവരോട് ഞാൻ തദൈവ. തദൈവ അപ്രകാരം. അപ്പൊ ഭഗവാൻ നിങ്ങളെ എത്ര അനുഗ്രഹിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പറയൂ, നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് ആര് വരില്ല? ഭഗവാൻ വരില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ എത്ര വിട്ടുകൊടുത്തോ ആരും അടുക്കും? ആരും അടുക്കും? ഭഗവാനും അടുക്കും. മനസ്സിലാവുണ്ടോ? ഇത് മക്കൾക്ക് വല്ലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്തോ ഒരു കഷ്ടം. നോക്കൂ, നിങ്ങൾ 24 സപ്താഹം കേട്ടവരാണെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഇവിടെ സപ്താഹം വരുന്ന പറഞ്ഞു തരാറില്ല, അത്രയും ഡീപ്പായിട്ടൊന്നും പോവാറില്ല. നമഃ 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 നമഃ. നമസ്തേ വസ്തു ഭഗവാൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ചിതാഗ്നികാലായ കാലഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമന്മഹാദേവായ നമഃ 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 Namaste.
त्र्यलोकाय त्रिपुरान्तकाय त्रिकाग्निकालाय कालाग्निरुद्राय नीलकण्ठाय मृत्युञ्जयाय सर्वेश्वराय सदाशिवाय श्रीमन्महादेवाय नमः। Namaha.